ഏറെ ആഹ്ലാദം തരുന്ന ഒരു ചടങ്ങാണ്. നമുക്ക് പ്രിയപ്പെട്ട സുധാകൃഷ്ണനായിക്ക് ഒരു ആദരവ് അർപ്പിക്കുന്നത്. അപ്പോൾ ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രീ ഷണായിയെ ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഒരു പൊന്നാട ചാർത്താനായിട്ടുള്ള ചുമതല ഗവർണർ സാറിനാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായി ഷണായിയെ ക്ഷണിക്കുകയും അദ്ദേഹത്തെ തന്നെ നിങ്ങളെ കൊണ്ട് പരിചയപ്പെടുകയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെയുള്ള വാചകത്തിലൂടെ അത് പൂർണ്ണമായി പറയുകയും കേൾക്കാനും ചെയ്യുന്നൊരു അവസരത്തിനാണ് ഉണ്ടാകുന്നത്. ഞാൻ സുധാകൃഷ്ണനായി ക്ഷണിക്കുന്നു. Thank you, sir. Thank you. വന്ന വഴികൾ എങ്ങനെ ടീച്ചിങ് പഠിപ്പിക്കലും അത് പഠിത്തത്തിൽ വന്നു എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് പറയാം. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ തൊട്ട് പുതിയ സിലബസായി. പുതിയ സിലബസ് എന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ് ഹൈസ്കൂളിൽ പഠിച്ച ടോപ്പിക്ക് ഞങ്ങൾക്ക് 6ാം ക്ലാസ് തൊട്ട്, പ്രീ ഡിഗ്രി പഠിച്ച ടോപ്പിക്ക് 8ാം ക്ലാസ് തൊട്ട് അതിന് ഞങ്ങളുടെ സിലബസ് പുനഃക്രമീകരിച്ചു. അങ്ങനെ വന്ന സമയത്ത് 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് PTC കഴിഞ്ഞ ടീച്ചേഴ്സ് അവർക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള അന്നത്തെ അവർക്ക് ഡിഗ്രി BEd ഇല്ലാത്ത ടീച്ചേഴ്സാണ്. അപ്പോൾ ഈ കോഴ്സുകൾ പഠിക്കുക, അത് മാത്സ്, സയൻസിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ സോഷ്യൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി, സിവിക്സ്, ഇക്കണോമിക്സ്, ജിയോഗ്രഫി, ഇത് ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി വേണ്ട എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് ഓരോ സ്കൂളിലും ഒരു 4 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 5 ടീച്ചേഴ്സിനും ഓരോ ട്രെയിനിങ്ങിന് വേണ്ടി വ്യത്യസ്ത കോഴ്സുകൾ അവർ പഠിച്ച് വന്ന് മറ്റുള്ള ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അതേസമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ബുക്കുകൾ വളരെ താമസിച്ചിട്ടാണ്. അപ്പോൾ ഇവരെ പഠിപ്പിക്കണമെങ്കിൽ പഠിച്ച് പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ബാച്ചാണ് 1976 SLC ബാച്ച് സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും 1976 മോഹനയ്ക്ക് ഒരു ബാച്ച്. ഇത് സിലാബസ് ടെസ്റ്റ് ഇത് ഞാൻ മാത്രമല്ല, ഓൾ കേരള എടുത്തു കഴിഞ്ഞാൽ 1976 ബാച്ച് വളരെ ജമ്മായിരുന്നു. ഇത് എവിടെ എടുത്തു നോക്കിയാലും അവരെല്ലാം സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കുകയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുക, അതേ സമയത്ത് ബുക്ക് ലേറ്റായിട്ട് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കിയിട്ടാണ് ചെയ്തത്. അതേപോലെ ഞങ്ങളുടെ രണ്ട് ബാച്ച് സീനിയേഴ്സ് 8ാം ക്ലാസ് എത്തിയപ്പോൾ അവർക്ക് പുതിയ സിലബസ് ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും നെയിം സ്റ്റേക്ക് എക്സാം നടത്തി. അവർ റിസൾട്ട് നോക്കാതെ എല്ലാവരും പ്രൊമോഷനായി. അങ്ങനെ ഉള്ള സമയത്ത് ആണ് ഞാൻ എന്നുള്ള എബിലിറ്റി, മെയിനായിട്ട് മാത്തമാറ്റിക്സിലുള്ള എബിലിറ്റി മനസ്സിലാക്കി സ്വന്തമായിട്ട് പഠിക്കുന്നത്. ഞാൻ മറ്റുള്ള സബ്ജക്ട്സ് ഇന്നല്ല, ഇത് ഞാൻ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ബാച്ചും റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് 10th ഞങ്ങളുടെ ബാച്ചിൽ വളരെ മാർക്ക് കുറവായിരുന്നു. മാർക്ക് പാസ് പെർസെൻറ്റേജ് ഇപ്പോൾ ഓൾ കേരള ഒരു 40% ആയിരുന്നു. ആൻഡ് 400 താഴെ വളരെ 400 കൂടുതൽ മാർക്കായി. ഔട്ട് ഓഫ് 600 400 കൂടുതൽ മാർക്കുകൾ വളരെ കുറവായിരുന്നു. ബിക്കോസ് അത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് പ്രീ ഡിഗ്രി എത്തിയപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി. അന്ന് സിലബസ് ട്രാൻസ്ലേഷൻ പ്രീ ഡിഗ്രിയിൽ ഒരു 50% സിലബസ് ചേഞ്ച് ചെയ്തോളൂ, അങ്ങനെ ഡെവലപ്പ് ചെയ്തോട്ടെ. പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാൻ മറ്റേ ഗ്രൂപ്പിലേക്ക് ഞാൻ പറഞ്ഞത്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി എന്തിലേക്ക് മാത്തമാറ്റിക്സ് മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഇത് അഹങ്കാരമായിട്ട് പറയില്ല, ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ടോപ്പിക്ക് ഒരു മാസം കൊണ്ട് 3 തവണ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം ഇത് കഴിഞ്ഞിട്ടുള്ള മാത്സ് ചെയ്ത് മനസ്സിലാക്കി പ്രീ ഡിഗ്രി കഴിഞ്ഞു.
ബിടെക്കിൽ കഴിഞ്ഞ എൻ്റെ ബിടെക്കിൽ കഴിഞ്ഞിട്ട് ഞാൻ മാത്തമാറ്റിക്സ് പോകാൻ ആ സമയത്ത് എല്ലാവരും എന്നെക്കാളും മാർക്ക് വളരെ കുറവ് എഞ്ചിനീയറിംഗ് പോയി ഞാനും എഞ്ചിനീയറിംഗ് പോയി. എഞ്ചിനീയറിംഗ് പോയി വളരെ സക്സസ്ഫുൾ ആയിട്ട് പങ്കെടുക്കാൻ പറ്റി. അന്ന് എഞ്ചിനീയറിംഗ് പ്രശ്നം ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എനിക്ക് FACT കിട്ടി. ബാബാ അക്കാദമിക് ബിസിനസ് കിട്ടി. അന്ന് ഇവിടെ ജോലി ചെയ്ത് കാരണം BARCയിൽ ഇവിടത്തെക്കാളും നല്ല സാധ്യതയുള്ള ദൂരെയാണ്. 83 FACT ജോയിൻ ചെയ്തു. 83 ട്രെയിനിങ് കഴിഞ്ഞിട്ട് 85 കൺഫർമേഷൻ കഴിഞ്ഞപ്പോൾ പ്രോജക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ് ചെയ്തു. അന്ന് തൊട്ടാണ് ഞാൻ പഠിക്കാനുള്ള ഒരു പോസ്റ്റിലോട്ട് ഇറക്കി. അന്ന് വന്നപ്പോൾ കുറേ കോൺട്രാക്ട്സ് അത് ലോവുമായിട്ട് ബന്ധപ്പെട്ട വന്നു. അങ്ങനെ എഴുപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. LLBയിലോട്ട് ജോയിൻ ചെയ്തു. LLB പഠിച്ച് 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്യോഗത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ സമയത്താണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിലെ ഓപ്പൺ MBA കോഴ്സുകൾ ഉണ്ട്. ആ MBA ജോയിൻ ചെയ്തു. MBA പഠിക്കുവാണെങ്കിലും നമുക്ക് FACT 2 വർഷത്തോളം 5 ദിവസം കേട്ടോ എക്കണോമിക് മാർക്കറ്റിംഗ് HR ട്രെയിനിങ് ഇതെല്ലാം നോക്കിയാൽ നമുക്ക് ആ കോഴ്സായിട്ട് ആ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് MBA. അങ്ങനെ MBA മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ HR, ഡിപ്ലോമ ഇൻ ഫൈനാൻസ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ റിസർച്ച് ക്ലാസ്സായി. ഇവിടെ മോഹൻ ഉണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു ഒരു ഡിഗ്രി എടുക്കും, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ റിസർച്ച്. അതും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, FACT ട്രാൻസ്പോർട്ടേഷൻ, ഡയറിംഗ് പ്ലാന്റ്, പ്രൊഡക്ഷൻ ഇതായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ്. അതും FACT എക്സ്പീരിയൻസ് വെച്ച് അതിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ. FACTയിലെ ആ കണ്ടീഷൻ മോണിറ്ററിംഗ്, അതുപോലെ പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ് ഇതായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കിട്ടിയ സമയത്താണ് MTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കോഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എടുത്തത്. സിലബസ് എടുത്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും FACTയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ബന്ധപ്പെട്ട പേപ്പറാണ്. അങ്ങനെ MTech പാസ്സായി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാരലി ആ 85 തൊട്ട് ഞാൻ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. അതായിട്ട് അസോസിയേറ്റ് കോഴ്സുകൾ ഇതൊക്കെയാണെങ്കിൽ പണ്ട് തൊട്ടുള്ള മനസ്സിൽ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അത് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് BSc മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് അതിലോട്ട് പോകാൻ പറ്റില്ല. അതനുസരിച്ച് പറഞ്ഞു. അങ്ങനെ MPhil റിസർച്ച് മെത്തഡോളജി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അഡ്വാൻസ് ടോപ്പിക് അതെടുക്കും. അതിനുശേഷം ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഡെപ്യൂട്ടി ട്രാൻസ്ഫറായി. അതിന് മീൻ എനിക്ക് ഫെഡോ മേജർ പ്രോജക്ട്സ് നടത്തുന്നു. 10 കൊല്ലത്തോളം ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഡിസ്പാച്ച് ഇൻസ്പെക്ഷൻ ബീഹാർ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഈ 2 സ്റ്റേറ്റ്സും മറ്റെല്ലാ സ്റ്റേറ്റും എനിക്ക് യാത്ര ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടി. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അവിടുത്തെ ക്ലൈമറ്റ്, എൻവയോൺമെൻറ്റ്, അവിടുത്തെ ഡിസാസ്റ്റർ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ കൊച്ചിൻ ഡിവിഷനിലോട്ട് വന്നു. കൊച്ചിൻ ഡിവിഷനിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്ത കോഴ്സ് ഡിപ്ലോമ ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഇൻസ്പെക്ഷനും കണ്ടീഷൻ മോണിറ്ററിംഗിലും ഇവിടുത്തെ ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി അത് ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ വന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഫോസ്ഫറിക് ആസിഡ് പ്ലാന്റിൽ ജിപ്സത്തിൽ മൂടിയിട്ട് ഒരാൾ മരിച്ചു. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ GP പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. അതിനുശേഷം രണ്ടാമത് ഒരു ടീച്ചും കൂടി ബാങ്കിനകത്ത് ഒരാൾ ഒരു അപ്രന്റീസ് ട്രെയിനിങ് എടുത്തു. പിന്നെ 2 തവണ അമോണിയ ടാങ്ക് മറിഞ്ഞു. ഒന്ന് നമ്മുടെ ജ്വാലഗിരിയിലും പിന്നെ കുണ്ടന്നൂർ ടൈസും. അതേപോലെ സൾഫർ ബോർഡാണ് തീ പിടിച്ചു. ST കൺവെയർ ഇടിഞ്ഞ് താഴെ വന്നു. ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കളക്ട്രേറ്റ്, പ്രാക്ടീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൻ്റെ റെസ്ക്യൂ മെഷേഴ്സ്, വെൽഫെയർ മെഷേഴ്സ് ചെയ്തു. അങ്ങനെയുള്ളതും ആലോചിച്ചു. വൈനോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അങ്ങനെ PG ഡിപ്ലോമ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്തു. ഇവിടെ വരുന്നപ്പോൾ സേഫ്റ്റി ക്ലിയറൻസ്, സേഫ്റ്റി ആയിട്ട് അസോസിയേറ്റ് ആസ്പെക്ട്സ്, സേഫ്റ്റി ആസ്പെക്ട്സ് അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ എക്സ്പീരിയൻസ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആയിട്ട് മാറ്റി. മെറ്റീരിയൽസിൽ വന്നിരുന്ന പർച്ചേസ്, ടെൻഡറിംഗ് പ്രോസസ് അത് വന്നപ്പോൾ PG ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. നമ്മുടെ പീരിയോഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും
എക്യുപ്മെന്റ് ഓപ്പറേറ്റേഴ്സ് വർക്കേഴ്സ് നമ്മൾ അതുപോലെ ഓരോ പ്ലാന്റിൽ വർക്ക് ചെയ്യുമ്പോൾ മുതലുള്ള ഡിസാസ്റ്റർ ഹെൽത്ത് ആസ്പെക്ട്സ് ഇത് വന്നപ്പോൾ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇത് പഠിച്ചു. അങ്ങനെ ഏത് ഡിഗ്രി എടുത്താലും ഞാൻ FAC ഒരു പോലും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തിരുന്നത് FACയിൽ കിട്ടിയ എക്സ്പീരിയൻസ് ഡിഗ്രി ആയിട്ട് പറ്റും. അതിനുള്ള കാരണക്കാരൻ മുൻ ചെയർമാൻ ജോസ് ലിബി ഇതുപോലെ അക്കാഡമിക്കായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഞാൻ അമ്പവരാണ് എൻ്റെ MBAയുടെ പ്രോജക്റ്റ് ഗൈഡായിരുന്നത്. ഞാൻ അന്ന് പ്രോജക്റ്റ് ചെയ്തെന്നത് MDCയുടെ ഇഫക്റ്റീവ്നെസ്, MDCയുടെ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ആണ് എംപ്ലോയീസിന് എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് സോഫ്റ്റ്വെയർ ആൻഡ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്റ്റഡി കിട്ടിയ എക്സ്പീരിയൻസ് നമ്മൾ ക്യാഷ് ചെയ്യണം. അതായത് നമ്മൾ FACക്ക് നല്ല അവന്യൂസ് ഉണ്ട്, ആ അവന്യൂസ് നമുക്ക് പേപ്പറിലാക്കണം. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് ഒരു ഞാനെല്ലാം പക്ഷേ എലിജിബിലിറ്റി ഇല്ല, BSc മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ PG ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ അവർ പറഞ്ഞു പുതിയ എഡ്യൂക്കേഷൻ കോഴ്സ് വെച്ചിട്ട് എഞ്ചിനീയേഴ്സിനും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും. ഞാൻ 40 കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷേ എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നില്ല. അങ്ങനെ PG ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തു. 24 പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc മാത്സ് ഒക്കെ കുറേ യൂണിവേഴ്സിറ്റികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ open to all the science graduates who have studied +2 level mathematics. ഞാൻ എൻ്റെ ഡാറ്റാ സെറ്റ് അയച്ചു കൊടുത്ത് യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് 9 out of 10 CGPA ഒക്കെ പാസ് ചെയ്തു. ഞാൻ ഇത്രത്തോളം ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് ജൂണിൽ ഞാൻ PG ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ട് ആയി. ഇപ്പോൾ ഞാൻ PG ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ PG ഡിപ്ലോമ ഇൻ സർവീസ് മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിക്കുന്നത്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിക്കാനുള്ള കാരണം ഞാൻ എല്ലാ സ്റ്റേറ്റ്സും കണ്ടിട്ടുണ്ട്. അവിടുത്തെ നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റ്സ്, അതിൻ്റെ ഡിസാസ്റ്ററും മറ്റുള്ളതെല്ലാം പഠിച്ചു. അതെല്ലാം ഞാൻ പേപ്പറിലാക്കി. അപ്പോൾ ഇത് ശരി അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് FACയിൽ കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് കോഴ്സായിട്ട് പറയാം. ഞാൻ ഇതുവരെ ഒത്തിരി ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ജൂനിയേഴ്സിന് MBA എടുത്തിട്ടുണ്ട്, MTech എടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നമ്മുടെ പ്രേംകുമാർ കുറച്ച് വർക്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. പ്രേംകുമാറിൻ്റെ എലിജിബിലിറ്റി ഞാൻ എൻ്റെ കഴിവ് ഞാൻ കാണിച്ചതായിരുന്നു. പ്രേംകുമാറിനെയും കൊണ്ട് ഞാൻ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ജോയിൻ ചെയ്തു. ഞാൻ ഒരുമിച്ച് പ്രേംകുമാറിനെ എന്നെക്കാളും കൂടുതൽ മാറ്റി. ബിക്കോസ് അത്രത്തോളം എലിജിബിലിറ്റി പ്രേംകുമാറിനല്ല പറയാം, FACക്കുള്ളവർക്ക് അത്രത്തോളം എലിജിബിലിറ്റി, അത്രയും ക്വാളിഫിക്കേഷൻ, അത്രയും ഇൻപുട്ട് എലിജിബിലിറ്റി എല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം കൊണ്ടാണ്. പിന്നെ ചെറിയൊരു നെഗറ്റീവ് പറയുന്നത്, ഞാൻ FACയിൽ വന്നപ്പോൾ കൊച്ചിൻ സഫർ ചെയ്ത് 3 പേര് ആ പേര് പറയുന്നില്ല, ഡെയിലി നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ആ നെഗറ്റീവ് സ്ട്രോക്ക് പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെ അത് ആ സ്ട്രോക്ക്, ആ നെഗറ്റീവ് സ്ട്രെസ് ഓവർകം ചെയ്യാൻ കൂടിയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ സർവീസ് കഴിക്കുമ്പോൾ കുറേ എനിക്ക് ഭയങ്കരമായിരുന്നു HbA1c, അതായത് ഷുഗർ 400 വരെ പോയിട്ട്. ഇപ്പോൾ എന്ത് ടൈപ്പ് ഫുഡ് കഴിച്ചാലും ഷുഗർ 100 താഴെ. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, ഉറക്കം നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഏജ് പഠിത്തത്തിന് ഏജ് ഇല്ല. പിന്നെ ഇത് ഞാൻ പഠിപ്പിക്കുന്നു, ഇത് പറയുന്നില്ല. ഞാൻ 85 തൊട്ട് വീട്ടിലൊരു കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നു. ഒരു 95 വരെ വീട്ടിൽ FACയിൽ വരുന്ന സമയം മാത്രമേ ഫ്രീ. ബാക്കിയുള്ള രാവിലെ 5:30 തൊട്ട് 7 വരെ, വൈകിട്ട് 5 തൊട്ട് രാത്രി 10 വരെ, ഇൻക്ലൂഡിങ് സൺഡേസ് ആയിരുന്നു. അതിനുശേഷമാണ് SCMSൽ 10 കൊല്ലത്തോളം ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ നമ്മുടെ സന്തോഷിൻ്റെ മോൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ BTech പഠിക്കുമ്പോൾ PTA പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MTech കഴിഞ്ഞ ആൾക്കാർക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ 2007 തൊട്ട് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം, നമുക്ക് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം എപ്പോഴെങ്കിലും നിറവേറ്റാൻ പറ്റും. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി എടുക്കുന്നത്. അത് പുതിയ എഡ്യൂക്കേഷൻ പോളിസി എനിക്ക് സാധിച്ചു. ഇനിയിപ്പോൾ
നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി MSc മാത്സും കൂടി എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ FACHിലുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിൽ അതിൽ എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഒരു കൊല്ലം പറഞ്ഞിട്ട് എൻ്റെ പ്രൊഫസർ വരാനുണ്ടായിരുന്നു, പ്രൊഫസർ ശ്രീനിവാസൻ. ഒരു 5 കൊല്ലം മുമ്പ് പഠിച്ചു. അമ്മൂര് 86 വയസ്സാകുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മൂര് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം കാശിന് വേണ്ടിയല്ല, പഠിപ്പിക്കുന്നത് 15 വയസ്സ് 16 വയസ്സുള്ള പിള്ളേരെ പഠിക്കും, നമ്മുടെ മനസ്സ് അവരെ പോലെ ആവും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് 20 വയസ്സ് 22 വയസ്സ് തൊട്ട് 40 വയസ്സുള്ള 50 വയസ്സുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ലെവലിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കൂട്ടായ്മയിൽ എനിക്ക് തന്ന ഈ അമ്പിയായ വളരെ സന്തോഷത്തോടെ